കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ അടുത്തത് ഒരാൾ വേറൊരു കേസിൽ പെടുമ്പോൾ ഒരു അക്ഷരം അല്ല, ഞാൻ പറയുന്നത് ഒരാൾ കേസിൽ പെടുന്നത് മാത്രമല്ല, ഇഷ്ടംപോലെ കേസുകൾ സംസ്ഥാനത്തിന്റെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ എത്രയോ കേസുകൾ നടത്തുന്നുണ്ട്. ഇതിന് മുൻപെടുത്ത കേസുകൾ മുഴുവൻ അവിടെ നടത്തുന്നുണ്ടെന്നേ. അവിടെ പള്ളി ആക്രമിച്ച കേസുകൾ നടത്തുന്നില്ലേ? സഭയ്ക്കെതിരെയും പിന്നെ മതപരിവർത്തനം നടത്തി എന്നൊക്കെ പറയാം. എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു സിസ്റ്റർ കേസ് മാത്രമേ വിചാരിച്ചിരിക്കുന്നത്. സഭയുടെ മുന്നിൽ എണ്ണി നോക്കിയിട്ടില്ല, ആയിരക്കണക്കിന് കേസുകൾ എഫ്ഐആർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കേസുകളൊന്നും തീർക്കാൻ പോലും സഭയ്ക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾ പറയുകയാണതാ ഈ ഒരു കേസിൽ നിന്ന് ഊരിക്കൊണ്ട് വരില്ല മാത്രം സഭേൻ്റെ ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കേണ്ട. സഭേൻ്റെ മുമ്പിൽ ഈ ഒരു കേസ് ഊരിക്കൊണ്ട് വരില്ല. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പല സംസ്ഥാനങ്ങളും കേസെടുത്തിട്ടുണ്ട്. അതെല്ലാം സഭ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സഭേൻ്റെ വക്കീൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞു വരുന്നത് എന്താ അറിയോ? ഇപ്പം സഭ മിണ്ടാതിരിക്കുന്നത് ഈ കേസിൽ നിന്ന് ഊരിക്കൊണ്ട്, അങ്ങനെ ഒരു കേസിൽ നിന്ന് ഊരിൽ മാത്രമല്ല, അങ്ങനെ ഒരു കേസ് മാത്രമല്ല ഉള്ളത്. അങ്ങനെ പതിനായിരക്കണക്കിന് കേസുമില്ല, സഭ ഇടപെടുന്നില്ല. ജിമ്മി സാറേ, അറിയില്ലാഞ്ഞിട്ടാണ് ഞാനൊരു സഭയുടെ PR-ഓട് ചോദിച്ചു, കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ എത്ര കേസ്? നിരവധി കേസുകളാണ്. ആ നിരവധി കേസുകൾ വിഡ്രോ കേസല്ല. ആ കേസുകളൊക്കെ ഇത് മാത്രം ഊരിയതുകൊണ്ട് രക്ഷപ്പെടുമോ സഭ?